സംഭവം ഇവിടെ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കട്ടാ. ഇത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആട്ടോ, അതാണ് ഇത്ര ഹൈറ്റ് വരുന്നത്. പിന്നെ അടിയിൽ ഓരോ ഇൻ്റൽ കുടുക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ പണികൾ ഇങ്ങനെ കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ കിണറിൽ വെള്ളം കണ്ടിക്കണമെന്ന് പറഞ്ഞപ്പോൾ പലരും ട്രോൾ ചെയ്തിരുന്നത് പൊന്നാനിയിൽ കിണറിൽ വെള്ളം കണ്ടിട്ട് വീഡിയോ ഇട്ട് പോസ്റ്റ് ചെയ്തിരുന്നത്. ഇതുണ്ടെങ്കിൽ നല്ല സൂപ്പറായി സുന്ദരമായിട്ട് കിണർ ഇങ്ങനെ താത്തി ഇറക്കലാണ് ഇതുവരെ. ഇപ്പോൾ എന്നാൽ ഇനി വേറെ സംഭവം കൂടി കാണിച്ചു തരാം. ഇതേ പരിയിൽ വേറെ കിണർ എത്തിയിട്ട് പൊന്നാനിയല്ല, ഞങ്ങൾ പറഞ്ഞ അഭിപ്രായ പ്രകാരം 2 കിണറിലെ വീടാണിത്. കാരണം ഒരു വീട്ടിൽ അതിൻ്റെ വെള്ളം ഉപയോഗിക്കാൻ വയ്യ. അപ്പോൾ നല്ല വെള്ളം ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, നല്ല വെള്ളമാണ്, സൂപ്പർ വെള്ളമാണ്. അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇതിന് നേരെ അപ്പുറത്തൊരു കിണർ കാണിച്ചു തരാം. ആ വെള്ളതാ നമ്മൾ ടെസ്റ്റ് നടത്തി, ഇവർ പല ടെസ്റ്റ് നടത്തി ഉപയോഗശൂന്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു കാര്യം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു കാര്യം ഉണ്ടാവും. ഇതിപ്പോൾ ഒരു കിണറാണ് ഈ കാണുന്നത് സംഭവം. പമ്പം എന്താ അവർക്കത് ഉപയോഗ രീതിയിൽ ഏറ്റവും നല്ലതല്ല, മുന്തിയ സാധനമല്ല ഉപയോഗിക്കാൻ. അതുകൊണ്ടാണ് അവിടെ മറ്റൊരു കിണർ കുത്തിയത്. ഇതിപ്പോൾ ഒരു സംഖ്യ കൊടുത്തിട്ട് കിണർ കുത്തിയാണ് കണ്ടാ. ഇത് കിണറുണ്ട്, മോട്ടറുണ്ട്, സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ വെള്ളം നമുക്ക് വാർപ്പിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ എന്ത് ചെയ്യുക, ഇത് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വീട്ടിൽ ഇപ്പോൾ 2 കിണറാണുള്ളത്. കാരണം മനസ്സിലായി നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളന്ന് പോസ്റ്റ് ചെയ്ത് ഒരു 2 കിണർ പൊന്നാനിയിൽ വെള്ളം കണ്ടിരിക്കുന്നത് എന്നാണ്ട് ഒരു അത്ഭുതമായിട്ടാണ് ചിലവരെന്ത് പറഞ്ഞത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട് നിറച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. 2 കിണർ കുത്തിയോണ്ടാണ് അതിൻ്റെ ഫോട്ടോ ഇട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ എല്ലായിടത്തും എന്തുണ്ടാവില്ല, ശുദ്ധമായ വെള്ളം ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇതിപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അത് നല്ല വെള്ളമാണ്, വൃത്തിയുള്ള വെള്ളമാണ്. അപ്പോൾ അതിന് പണിക്കാർ പണിയെടുത്തതിന് ശേഷം ബാക്കി വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ.